നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മക്കളെ വളർത്തി നല്ല നിലയിലെത്തിക്കുക, അവരുടെ വിവാഹം കാണുക, അവരുടെ മക്കളെ കളിപ്പിക്കുക, കഴിയുമെങ്കിൽ അവരുടെയും വിവാഹം കാണുക എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനുഷ്യന് മാത്രമുള്ളതാണ്. അതിനെ അത്യാഗ്രഹം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന നിലവരെ മാത്രമേ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് പ്രസക്തിയുള്ളൂ. മറ്റു ജീവിവർഗമെല്ലാം തന്നെ അങ്ങനെയാണ്. ഭക്തിസാന്ദ്രമായ ഈ സന്ധ്യാവേളയിൽ ഇനി നമുക്ക് സന്ധ്യാനാമം കേൾക്കാം. ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನಿಕ್ಕುತ ಗಜ್ಜ ಕಾಲುಗಳ ಧ್ವನಿಯ ತೋರುತ ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನಿಕ್ಕುತ ಗಜ್ಜ ಕಾಲುಗಳ ಧ್ವನಿಯ ತೋರುತ ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಜ್ಜಿಗೆಯೊಳಗಿನ ಬೆಣ್ಣ ಎಂದೆ ಭಾಗ್ಯದ ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಜ್ಜಿಗೆಯೊಳಗಿನ ಬೆಣ್ಣ ಎಂದೇ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಭಾಗ್ಯವ ಕೊಟ್ಟು ಕಣ್ಕಣ ಕೈಯ ತಿರುಗುತ್ತ ಬಾರೆ ಸಂಖ್ಯೆ ಇಲ್ಲದ ಭಾಗ್ಯವ ಕೊಟ್ಟು ಕಂಕಣ ಕೈಯ ತಿರುಗುತ್ತ ಬಾರೆ ಕುಂಕುಮಾಂಕಿತ ಪಂಕಜಲೋಚನ ವೆಂಕಟರಮಣನ ಬಿಂಕದ ರಾಣಿ ಭಾಗ್ಯದ ಕುಂಕುಮಾಂಕಿತ ಪಂಕಜಲೋಚನ ವೆಂಕಟರಮಣನ ಬಿಂಕದ ರಾಣಿ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಸಕ್ಕರೆ ತುಪ್ಪದ ಕಾಲುವೆ ಹರಿಸಿ ಶುಕ್ರವಾರದ ಪೂಜೆಯ ವೇಳಗ ಸಕ್ಕರೆ ತುಪ್ಪದ ಕಾಲುವೆ ಹರಿಸಿ ಶುಕ್ರವಾರದ ಪೂಜೆಯ ವೇಳಗ ಅಕ್ಕರೆಯುಳ್ಳ ಅಳಗಿರಿ ರಂಗನ ಚೊಕ್ಕ ಪುರಂದರ ವಿಠಲನ ರಾಣಿ ಭಾಗ್ಯದ ಅಕ್ಕರೆಯುಳ್ಳ ಅಳಗಿರಿ ರಂಗನ ಚೊಕ್ಕ ಪುರಂದರ ವಿಠಲನ ರಾಣಿ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ನೀ ಸೌಭಾಗ್ಯದ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಅಮ್ಮ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಅಮ್ಮ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. പമ്പാ നദി ശബരിമല തീർത്ഥാടനത്തിലെ ഒരു മുഖ്യ തീർത്ഥമാണ്. ഇവിടെ നിന്നാണ് പന്തള രാജാവിന് അയ്യപ്പനെ ലഭിച്ചത് എന്നാണ് കഥകൾ പറയുന്നത്. അതിനും വളരെ മുൻപ് ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ സാന്നിധ്യം കൊണ്ടും ഈ നദി അനുഗ്രഹീതമായിട്ടുണ്ട്. ഇന്നത്തെ കഥയമമ്മ പമ്പാ നദിയുടെ പ്രാധാന്യം വിശദമാക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ.
ദക്ഷിണ ഹിമവാൻ ശബരിമല ദക്ഷിണ ഭാഗീരഥി പമ്പ എന്ന് പറഞ്ഞൊരു ഭക്തിഗാനുണ്ട്. എല്ലാവരും കേട്ട് പരിചയം ഉണ്ടാവും. സ്വാമി അയ്യപ്പനെ കാണാൻ പോകുന്ന ഓരോ ഭക്തനും തൻ്റെ ശരീരത്തെ ശുദ്ധിയാക്കുന്നത്, ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധിയാക്കുന്നത് ആ ദക്ഷിണ ഭാഗീരഥിയായിട്ടുള്ള ആ പമ്പാ സ്നാനത്തിലൂടെയാണ്. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് പമ്പാ നദിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. സ്വാമി അയ്യപ്പന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം പമ്പയ്ക്കും ഉണ്ടെന്ന് ഓരോ തീർത്ഥാടകർക്കും അറിയാം. ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന സ്ഥലം പോലും പമ്പാ നദിയാണ്. പമ്പാ നദിയുടെ കരയിൽ വെച്ചാണ് രാജശേഖരൻ എന്ന പന്തള രാജാവിന് മണികണ്ഠകുമാരനെ കിട്ടുന്നത്. ഭഗവാന്റെ അവതാരമുണ്ടായ ഒരു സ്ഥലമായിട്ട് പോലും വേണമെങ്കിൽ പമ്പാ നദിയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം ആ രാജാവ് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് കാട്ടിലൂടെ സഞ്ചരിച്ച് ആ കുട്ടിയെ കയ്യിലെടുക്കുന്നത് പമ്പാ നദിയുടെ തീരത്ത് വെച്ചാണ്. ആ സമയത്താണ് കഴുത്തിൽ മിന്നുന്ന മണി കാണുന്നതും മണികണ്ഠൻ എന്ന പേര് അവന് വരുന്നതൊക്കെ. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിന് പോലും ഒരു പശ്ചാത്തലമായത് പമ്പാ നദിയാണ് എന്ന് പറയാൻ സാധിക്കും. ഭഗവാന്റെ ആറാട്ട് കൊണ്ട് പമ്പ പുണ്യസ്ഥാനത്തിലുള്ള ഒരു കേന്ദ്രമായി മാറുന്നു. എല്ലാ തരത്തിലുള്ള പിതൃദോഷങ്ങളും മാറാനായി പമ്പയിൽ മുങ്ങിക്കുളിച്ച് പമ്പയിൽ ബലിയിട്ടാൽ ഒരു തരത്തിലുള്ള പിതൃദോഷങ്ങളും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം നിലനിൽക്കുന്നു. ഇതൊക്കെ തന്നെ ഗംഗാനദിയെ പോലെ തന്നെ നമ്മുടെ സ്വന്തം ഗംഗയാണ് പമ്പ എന്ന വിശ്വാസം ഓരോ അയ്യപ്പ ഭക്തനിലും ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഭഗവാൻ പോലും പമ്പാ നദിയെ വളരെയധികം ആദരവോടുകൂടിയാണ് കണ്ടിരുന്നത്. മറവപ്പടയെ തുരത്തിയതിനു ശേഷം തൻ്റെ കൂട്ടത്തിൽപ്പെട്ട പടയാളികൾക്ക് ജീവഹാനി ഉണ്ടായപ്പോൾ സാക്ഷാൽ മണികണ്ഠൻ സ്വയം പമ്പാ തീരത്ത് വന്ന് അവർക്ക് വേണ്ടി ബലിയിട്ടു എന്നാണ്, ആ പടയാളികൾക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം അദ്ദേഹം നടത്തിയ സദ്യ പമ്പാ സദ്യയായിട്ട് ഇന്നും നമ്മൾ ആചരിച്ചു വരുന്നു. ഭഗവാന്റെ വിജയത്തെ നിറദീപങ്ങൾ തെളിച്ചുകൊണ്ട് പമ്പാ നിവാസികൾ ആചരിച്ചപ്പോൾ പമ്പ വിളക്കായി അത് മാറുകയും ഇന്നും അത് നമ്മൾ വളരെയധികം ഗംഭീരമായിട്ട് മകരവിളക്ക് സമയത്ത് ആചരിച്ചു വരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഭഗവാനുമായിട്ട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു പുണ്യതീർത്ഥമാണ് പമ്പാ നദിയും പരിസര പ്രദേശങ്ങൾ. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പമ്പയ്ക്കുണ്ടായിട്ടുള്ള വിശുദ്ധി പോരാതെ ഇനി നോക്കൂ, സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശവും പമ്പാ നദിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് രാമായണം പറയുന്നു. അത് ഭൂപ്രകൃതിയുമായി വ്യത്യാസപ്പെട്ട് ഈ പമ്പയല്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എങ്കിൽ പോലും മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബരി ദേവി തപസ്സിരുന്ന സ്ഥലം ഈ പമ്പയാറിൻ്റെ അരികിലായിരുന്നു എന്നുള്ള നമ്മുടെ വിശ്വാസപ്രകാരം സാക്ഷാൽ ശ്രീരാമചന്ദ്രനായിട്ടുള്ള ആ ശ്രീമന് നാരായണൻ്റെ പാദസ്പർശം കൊണ്ടും പമ്പാ നദി ഏറ്റവും ശുദ്ധയായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരേ സമയം ശാസ്താവിൻ്റെയും അതേസമയം സാക്ഷാൽ നാരായണൻ്റെയും പാദസ്പർശമേറ്റിട്ടുള്ള പുണ്യ നദിയാണ് പമ്പ. ആ പമ്പയിലാണ് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതിന് പുറമെ നിരവധിയായിട്ടുള്ള സിദ്ധന്മാർ, ഒരുപാട് മഹർഷിമാർ, ഇവരുടെയൊക്കെ തന്നെ തേജസ് പമ്പാ നദിയിലുണ്ടെന്നാണ് പറയുക. ശബരിമല ഒരു സിദ്ധ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. വലിയ സിദ്ധ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് ശബരിമല. നിരവധിയായിട്ടുള്ള ആളുകളുടെ സമാധി സ്ഥലം കൂടിയാണ് ശബരിമല. ഈ സിദ്ധന്മാരെല്ലാവരും, ഈ ഋഷിമാരെല്ലാവരും തൻ്റെ ശരീര ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പമ്പാ നദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മഹാത്മാക്കളുടെ ഒക്കെ തന്നെ ചൈതന്യം ഇന്നും പമ്പയിലുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് എത്രയൊക്കെ ബുദ്ധിമുട്ടി പമ്പാ തീരത്തെത്തുന്ന ഒരു ഭക്തനും ആ പമ്പയിലൊന്ന് മുങ്ങി കുളിച്ച് ഭസ്മം ധരിച്ചു കഴിഞ്ഞാൽ സ്വാമിയെ കാണാനുള്ള ഊർജം 10 മടങ്ങ് കൂടുന്നു എന്നുള്ളത് ഓരോ ഭക്തരുടെയും അനുഭവ സാക്ഷിയാണ്. അങ്ങനെയുള്ള ആ പമ്പാ നദിയെ ഭഗവാനായി കണ്ടുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇന്ന് ഇതേ പമ്പാ നദി വലിയ തരത്തിലുള്ള നാശത്തിൻ്റെ വക്കിലാണ് എന്നുള്ളതാണ്. പമ്പയിൽ തങ്ങൾ ഉടുത്തു വരുന്ന കറുപ്പ് വസ്ത്രം ഉപേക്ഷിക്കണം എന്നുള്ളത് ഒരു ആചാരപരമായിട്ടുള്ള അടിസ്ഥാനവുമില്ലാത്ത വാദമാണ്. ഇന്ന് പല ഭക്തരും തീർത്ഥാടനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് തങ്ങൾ ധരിച്ചിരുന്ന കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പല വസ്തുക്കളും പമ്പയിൽ എറിഞ്ഞ് പമ്പയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതി കാണാറുണ്ട്. നോക്കൂ, പമ്പയെ മലിനമാക്കുന്നു എന്നുള്ളത് കൊണ്ട് ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വാമിയെ അപമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശബരിമല തീർത്ഥാടനം പ്രകൃതിയുമായി അത്രയധികം താദാത്മ്യം പ്രാപിച്ച ഒന്നാണ്. എല്ലായിടങ്ങളിലും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെയുള്ള സ്വാമിയുടെ ആറാട്ട് നടക്കുന്ന ആ ദിവ്യതീർത്ഥമായിട്ടുള്ള പമ്പയെ തന്നെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും ഭഗവാന് പോലും സുഖകരമായി തോന്നില്ല. അതുകൊണ്ട് പരമാവധി പമ്പയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരെങ്കിലും അന്യസംസ്ഥാനത്ത് വരുന്ന ഭക്തരോ നമ്മുടെ പരിചയക്കാരോ ഇത്തരത്തിൽ പമ്പയെ മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അത് അയ്യപ്പനോടുള്ള സേവയാണ് എന്നുള്ള ഭാവന തന്നെ അവരെ തടുക്കാനും അവർക്ക് സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാമിയുടെ അനുഗ്രഹം വേണ്ടുവോളം നമുക്കുണ്ടാവും. കാരണം ആ പമ്പയിലുള്ളത് സ്വാമിയുടെ ചൈതന്യം തന്നെയാണ്. അങ്ങനെയുള്ള ആ പമ്പാ നദിയിൽ ഒരിക്കലെങ്കിലും വന്ന് നമ്മുടെ പാദതീർത്ഥത്തെ ആ പമ്പാ നദിയിലൊന്ന് ലയിപ്പിച്ച് പുണ്യം നേടാനുള്ള അവസരം ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും പാദസ്പർശം കൊണ്ട് പുണ്യമായി തീർന്ന ആ പമ്പാ നദിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവരെയും ശ്രീധർമ്മശാസ്താവ് അനുഗ്രഹിക്കട്ടെ. സ്വാമി ശരണം. ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമുണ്ട്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. കുഞ്ചമനോഹര പാദചലന്മണി നൂപുരഹംസ വിരാജിതേ കഞ്ചഭവാദിസുരൗഖ പരിഷ്ടുതലോക വിസ്തൃത്വര വൈഭവേ മഞ്ജുളവാഗ്മയ നിർജിത ക്ഷീരകലേ ചലരാജസുകന്യകേ ആലയ ഹേ ലളിത. ദാരുക നിഗ്രഹാനന്തരം ഒടുങ്ങാത്ത കോപത്തോടെ എത്തുന്ന ഭദ്രകാളിയുടെ മാർഗമധ്യേ കിടന്നുകൊണ്ട് ദേവിയുടെ ക്രോധത്തെ ശമിപ്പിക്കുന്ന മഹാദേവന്റെ ചിത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട്. നീലകണ്ഠാർ തന്റെ പൊന്മകളെ എന്ന തോറ്റംപാട്ടുകളിൽ വാഴ്ത്തപ്പെടുന്ന ദേവീഭാവമാണ് നീലകേശി. തെക്കൻ തിരുവിതാംകൂറിൽ ധാരാളം നീലകേശി ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനാകും. അത്തരം ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് പാറശാല കുന്നത്തുകാൽ ശ്രീ നീലകേശി ക്ഷേത്രം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദേവിയാണ് ഇവിടെ ഉപവിഷ്ടമായിട്ടുള്ളത്. ആ ദേവിയെ വന്ന് തൊഴുന്ന എല്ലാവർക്കും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വളരെ ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധിയോടുള്ള ജീവിതം ഇന്നുവരെ നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രാചീനമായ ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. മരുമക്കത്തായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണ ഒരു കുടുംബത്തിലെ കാരണവർക്കായിരിക്കും സകല സമ്പത്തിന്റെയും പൂർണ്ണ അവകാശം. അതുകൊണ്ടുതന്നെ അവിടുത്തെ സ്ത്രീകളും കുട്ടികളുമെല്ലാം കാരണവരുടെ ഭാര്യയുടെ ഭരണത്തിൻ കീഴിലായിരിക്കും. അത്തരത്തിലൊരു കാരണവത്തിയുടെ നിരന്തരമായ പീഡനങ്ങൾ സഹിക്കാനാകാതെ കാരണവരുടെ സഹോദരിയും മകളും ഒരു കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഒരു 7 വയസ്സായ പെൺകുട്ടിയാണ്. കൊച്ചിൻ്റെ കയ്യിൽ കണ്ണൻ ചിരട്ട എടുത്തു കൊടുത്ത് വെച്ചു അയൽ വീട്ടിൽ ചെന്ന് തീയെടുക്കാൻ വേണ്ടി. അയൽ വീട്ടിൽ ചെന്ന് അടുത്ത സ്വല്പം കൂടി താഴ്ന്ന ജാതിക്കാരാണ്. അവിടെ ചെന്ന് തീയെടുത്തുകൊണ്ട് വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ കൈ വെന്തു. ഈ കണ്ണൻ ചിരട്ട കൊണ്ട് പൊള്ളി. ഈ കൊച്ച് കൈ മാറി മാറി കൈ നക്കി വന്നപ്പോൾ അമ്മാവൻ വന്നപ്പോൾ ഇല്ലാത്ത നുണകൾ പറഞ്ഞ് ഈ കൊച്ചിനെയും കൊച്ചിൻ്റെ അമ്മയെയും നല്ലവണ്ണം ശരിക്കും ഉപദ്രവിച്ച് നിവൃത്തിയില്ലാതെ വന്നപ്പം ഈ സ്ഥലത്തൊരു പൊട്ടക്കുളവും ഒരു നീരാഴിയും ഉണ്ടായിരുന്നു. ആ രാത്രി സമയത്ത് അതിൽ ചെന്ന് ഇവർ ചാടിയെന്നും അവിടെ നിന്ന് മരണം സംഭവിച്ചുവെന്നും. ആ കുളത്തിൽ ഒരടയ്ക്ക പൊങ്ങി വന്നു. അതിനെ പാള കെട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് തെന്നിമാറി. ഒടുവിൽ ആ തറവാട്ടിലെ ആൾക്കാർ വന്ന് അത് പാളയാലെടുത്ത് ഒരു പെട്ടിയിൽ പൂട്ടിവെച്ചു. ആര് പാളയിട്ടാലും ആ പാക്ക് കയറില്ല. ഈ പാർട്ടി ഈ തീ കെടുത്ത വീട്ടിലുള്ള പാർട്ടി എന്ന് പാളയിട്ടപ്പോൾ ആ പാളയിൽ കയറി. ആ പാളയിൽ കൊണ്ടുവന്ന് ഈ പാക്കിനെ കൊണ്ടുവന്ന് പൊട്ടോത്തിനകത്ത് വെച്ച് പൂട്ടി. കുറച്ചുനാൾ കഴിഞ്ഞ് പെട്ടി പൊളിച്ച് അടയ്ക്ക പുറത്തെടുത്തപ്പോൾ അതിൽ നിന്നും രക്തം പൊടിഞ്ഞു. അങ്ങനെ അടയ്ക്കയിൽ ദേവീ സാന്നിധ്യം കണ്ടതോടെ ആ പ്രദേശത്ത് ദേവിയെ കുടിയിരുത്തി പൂജകൾ തുടങ്ങി. അങ്ങനെയാണ്
ഇവിടെ ഒരു ക്ഷേത്രം നിലവിൽ വന്നത് എന്നാണ് വിശ്വാസം. കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ കാളീ സങ്കൽപ്പ നടയിൽ. കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ കാളീ സങ്കൽപ്പ നടയിൽ. പന്നിയോട് കുടുംബം എന്നൊരു കുടുംബം വകയായിരുന്നു ഈ ക്ഷേത്രം. കൊല്ലവർഷം 1116 കുടുംബം 6 ശാഖകളായി പിരിയുകയും അതോടൊപ്പം വസ്തുവകകൾ ഭാഗം വയ്ക്കുകയും ചെയ്തപ്പോൾ ക്ഷേത്രം നിലനിന്നിരുന്ന 2 ഏക്കർ 41 സെന്റ് സ്ഥലം ക്ഷേത്രത്തിനായി നീക്കിവെച്ചു. തുടർന്ന് നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളോടെ ക്ഷേത്രം പുരോഗതി പ്രാപിച്ചു. 1116 ആണ്ട് പാകപത്രം ചെയ്തപ്പോൾ 1-ാം പട്ടികയായി ദേവിക്ക് 2 ഏക്കർ 41 സെന്റ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും പൂജാവിധികൾക്കായി ദേവിക്ക് കൊടുത്തിട്ട് ശേഷം 6 ശാഖകളായി തിരിച്ച് പന്നിയോട് എ, പന്നിയോട് ബി, നെട്ടറത്തല, കല്ലറത്തല, പൊലവിളാകം, തേമ്പറത്തല എന്നീ 6 ശാഖകളായി തിരിച്ച് പാകപത്രം ചെയ്തു. 1975 ക്ഷേത്രത്തിന് ഒരു ഭരണസമിതി നിലവിൽ വരികയും ക്ഷേത്രം കൂടുതൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. 4 വേദങ്ങളെ നാവിലുണർത്തുന്ന സർവവിജ്ഞാനത്തിൻ നിറവിൽ. 4 വേദങ്ങളെ നാവിലുണർത്തുന്ന സർവവിജ്ഞാനത്തിൻ നിറവിൽ. ഒരാത്മീയ കേന്ദ്രം എന്നതിനപ്പുറം ആ ഗ്രാമപ്രദേശത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വികസനോന്മുഖമായി ഇടപെടാൻ ഈ ക്ഷേത്രത്തിന് കഴിഞ്ഞു. 2004 ക്ഷേത്രം വക ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിൽ ഒരു നീലകേശി വിദ്യാപീഠം എന്നൊരു സ്ഥാപനം ആരംഭിക്കുവാൻ തയ്യാറായി. അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും അതിന്ന് 10ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളായി വളർന്ന് 700ഓളം കുട്ടികൾ എത്തുകയും 10-60 സ്റ്റാഫുകൾ നിലനിൽക്കുകയും ചെയ്യുന്നു. ഭഗവതി, നീലകേശി, ഭദ്രകാളി എന്നീ ഭാവങ്ങളിലാണ് ദേവി കുടിയിരിക്കുന്നത്. ഗണപതി, ദുർഗ, ശാസ്താവ് എന്നീ ദേവതമാരെയും ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉപദേവന്മാർ ഗണപതി കന്നിമൂലയിൽ, തൊട്ടടുത്ത് ദുർഗാദേവി, അടുത്ത് ശാസ്താവ്, നാഗരമ്മൻകാവ്, ചിമ്മണ്ടി ഇലങ്കം ദേവി ക്ഷേത്രം, യക്ഷിയമ്മൻ ക്ഷേത്രം എന്നീ ഉപദേവന്മാർക്കും പൂജാക്രമങ്ങളോടുകൂടിയുള്ള പൂജാവിധികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ദാര മലർമാല്യം അണിയുന്നോരമ്മ, മാനസ ശ്രീലകത്തമരുന്ന ദേവി, അലയാഴി താണ്ടിങ്ങെത്തുന്ന ഭക്തർക്ക് മരുഭൂവിൻ മഞ്ഞിൻ കുളിർത്തൂകുമമ്മ. കൊറ്റിയോട് ഭഗവതി ക്ഷേത്രത്തെ ഈ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായി കണക്കാക്കി അവിടെ ക്ഷേത്രോത്സവകാലത്ത് പ്രത്യേക പൂജകൾ നടത്തിവരുന്നു. ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മൂലക്ഷേത്രമായ ഒരു കൊറ്റിയോട് ഭഗവതികാവ് നിലവിലുണ്ട്. അവിടെയും ഉത്സവ ദിവസങ്ങളിൽ പൂജാക്രമങ്ങൾ നടത്താറുണ്ട്. വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലം, കന്നിമാസത്തിലെ നവരാത്രികാലം, കർക്കിടകത്തിലെ കറുത്ത വാവുബലി, ജൂൺ മാസത്തിലെ പ്രതിഷ്ഠാദിനം എന്നിവയെല്ലാം ചിമ്മിണ്ടി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണെങ്കിലും കുംഭമാസത്തിലെ അമ്മ ഇറക്കമാണ് ഇവിടത്തെ പ്രധാന ഉത്സവം. നാട്ടിലെ ഈശ്വരവിശ്വാസികളായ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുള്ള ഒരു ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ആണ്ടുതോറും വലിയ വിപുലമായ രീതിയിലും നല്ല ആഘോഷ രീതിയിലും നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ്.
മന്ദാര മലർമാല്യം അണിയുന്നോരമ്മ, മാനസ ശ്രീലകത്തമരുന്ന ദേവി, അലയാഴി താണ്ടി ഇങ്ങെത്തുന്ന ഭക്തർക്ക് മരുഭൂവിൻ മഞ്ഞിൻ കുളിർത്തൂകുമമ്മ. ഉത്സവത്തിന് സ്ഥിരമായി ഒരു നാളോ ദിവസമോ നിശ്ചയിച്ചിട്ടില്ല. ഓരോ വർഷവും മുൻകൂട്ടി നടത്തുന്ന ജ്യോതിഷ പ്രശ്നത്തിലൂടെയാണ് ആ വർഷത്തെ ഉത്സവ ദിനം തീരുമാനിക്കപ്പെടുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന അതിവിശിഷ്ടമായ ഉത്സവമാണിത്. താൽക്കാലിക പന്തലൊരുക്കി അവിടെ അമ്മയെ കുടിയിരുത്തുന്നു. അമ്മ പുറത്തേക്ക് ഇറങ്ങുന്നതിനാണ് അമ്മ ഇറക്കം എന്ന് കണക്കാക്കപ്പെടുന്നത്. അമ്മയിറക്കം മഹോത്സവം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഉത്സവമാണ് ആഘോഷിക്കാറുള്ളത്. അത് ഭദ്രകാളി ഭാവത്തിൽ വയലിൽ ഏലായിൽ ഇറങ്ങുകയും ഉത്സവത്തിൻ്റെ സമാപന ദിവസം ദാരിക നിഗ്രഹം കഴിഞ്ഞ് കലശപൂജ കഴിഞ്ഞതിന് ശേഷം നീലകേശിയായി സ്ഥിരം ക്ഷേത്രത്തിൽ കുടികൊള്ളുകയും ചെയ്യുന്ന ഉത്സവമാണ് ഇവിടെ നടത്തി വരാറുള്ളത്. പറണേറ്റില്ലാതെ നിലത്തിൽ പോര് നടക്കുന്ന അമ്പലമാണിത്. ദാരിക നിഗ്രഹത്തെ തുടർന്ന് പൊങ്കാല സമർപ്പണവും അതിവിപുലമായ ഘോഷയാത്രയും നടത്തപ്പെടുന്നു. ആണ്ടുതോറും നടത്തുന്ന ഉത്സവത്തിൽ പറണേറ്റില്ലാതെ നിലത്തിൽ പോര് നടക്കുന്ന ക്ഷേത്രം ചിമ്മണ്ടി ശ്രീ നീലകേശി ദേവി ക്ഷേത്രത്തിലാണ്. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷം ക്ഷേത്രത്തെ ഏറെ ഭക്തിസാന്ദ്രമാക്കി മാറ്റുന്നു. ഉഗ്രഭാവത്തിലുള്ള ദേവതമാർ ക്ഷിപ്രപ്രസാദികളാണ് എന്നതുകൊണ്ട് തന്നെ നീലകേശി അമ്മയും വരദായിനിയാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം. നിരവധി ഭക്തർക്ക് ആശ്വാസവും ആഗ്രഹസാഫല്യവും പകർന്നു നൽകിക്കൊണ്ട് ഒരു പ്രദേശത്തിന്റെ ദേശദേവതയായി നീലകേശി അമ്മ ഇവിടെ കുടികൊള്ളുന്നു. എല്ലാം മറന്നു മുന്നിൽ നിൽക്കവേ ഭൈരവി, ചൊല്ലുവാൻ വയ്യല്ലോ മാമ നിർത്തി. പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന ഒരു ജീവിവർഗത്തെയും പ്രകൃതി നിലനിർത്തില്ല. നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.